ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ അവലോസ് പൊടിയും കൊണ്ടുള്ള അവലോസ് ഉണ്ടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അവലോസ് പൊടിയായിട്ട് കഴിക്കുകയാണെങ്കിൽ പൊടിയിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അവലോസ് ഉണ്ട ഉണ്ടാക്കുന്നതിന് കൊണ്ട് ഈ പൊടിയൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ആ കട്ടകളൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് കളറ് വ്യത്യാസം ഉണ്ടാവുക. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് രണ്ട് പൊടിയും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അരിച്ച് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളപ്പിച്ചെടുക്കാം. ശർക്കര പാനീൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിതുപോലെ ചട്ടാൻ കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ ഇതുപോലെ മുറിഞ്ഞ് താഴേക്ക് വീഴണം. അതല്ലെങ്കിൽ നമ്മൾ വിരൽ വെച്ചിട്ട് ഇതുപോലെ നോക്കുമ്പോൾ ഒരു നൂൽ പാകം ആകാനാകണം. കൈ ഒന്ന് ഒട്ടിപ്പിടിച്ചിരുന്നാൽ മാത്രം മതി. പിന്നെ ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ചുക്കുപൊടീൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നൂൽ പാകമൊക്കെ കഴിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവലോസുണ്ട കഴിക്കുമ്പോൾ പൊട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മളിപ്പോൾ ഈ കയ്യിൽ ഒട്ടുന്ന പാകം പറഞ്ഞല്ലോ, അത്രയും ആയിട്ടില്ലെങ്കിൽ പിന്നെ ഉരുട്ടിയെടുക്കാനും പറ്റില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ഒരു നൂൽ പാകം ആവുന്നതിൻ്റെ തൊട്ട് മുന്നേ കൈ ഒട്ടിപ്പിടിക്കുന്ന പാകത്തിന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അവലോസ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് അവസാനം നമുക്ക് അവലോസ് ഉണ്ട പിടിക്കുമ്പോൾ എടുക്കാനുള്ളതാണ്. ബാക്കിയുള്ള പൊടി കുറച്ചായി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതാണ്. നന്നായിട്ട് ഇളക്കി കൂട്ടിയെടുക്കണേ. പൊടീൻ്റെ എല്ലാ ഭാഗത്തേക്കും നനവെത്തണം. ഇനി നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാവുമല്ലോ, അന്നേരം കുറച്ചായി എടുത്ത് അവലോസ് ഉണ്ടയായിട്ട് പിടിച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കുറച്ച് അവലോസ് പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊന്ന് കൈ മുക്കിയിട്ട് വീണ്ടും ഉരുട്ടിയെടുത്താൽ മതി. ഇതേപോലെ ചൂടാറുന്നതിന് മുന്നേ സൈഡിൽ നിന്ന് എടുത്ത് അവലോസ് ഉണ്ട മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് ഒരുപാട് മുറുക്കത്തിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കടിച്ചാൽ പൊട്ടുന്ന പാകത്തിനാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് മുറുകും കേട്ടോ, 2-3 ദിവസം കഴിയുമ്പോഴേക്കും. പക്ഷേ പാകത്തിനുള്ള ഉറപ്പേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയോ മെഷർമെൻറ്റ്സോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയെ, അയച്ചു തരാം.